വെൽക്കം ടു മൈ ചാനൽ ന്യൂസിലാൻഡ് മലയാളി. ഇന്ന് ഒരു കുഞ്ഞി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാനും വൈഫൊക്കെ ജോലിക്ക് പോകുന്നതിന് മുന്നേ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, അത് ഓട്സ് പുട്ട് എന്നും എൻ്റെ പേര്. ഓട്സ് കൊണ്ടുണ്ടാക്കിയ പുട്ട്, ഓട്സ് പൊടിച്ച് പുട്ട് ആക്കി കഴിക്കുന്ന വീഡിയോ. ഇത് കാരണം ഓട്സ് എല്ലാവർക്കും അറിയാം, നല്ല ഫുഡാണ്. ഓട്സിൽ റിച്ച് ഇൻ ഗുഡ് കൊളസ്ട്രോൾ ഉണ്ടെന്നും റിച്ച് ഇൻ ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് ഓട്സ് എന്നും. ഓട്സ് എല്ലാവരും, ഈവൻ ഡോക്ടേഴ്സും എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നൊരു ഫുഡാണ്. പക്ഷേ എനിക്ക് ഓട്സ് തന്നെ കഴിക്കാൻ ഒരു രക്ഷയില്ല. ഓട്സിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല. അപ്പോൾ രാവിലെ ഇവിടെ വൈഫിൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ആൾ ഓട്സിൻ്റെ പുട്ട് എന്ന് രാവിലെ ഉണ്ടാക്കും. എനിക്ക് രാവിലെ ജോലിക്ക് പോകണേറ്റ് മുന്നേ ഓട്സിൻ്റെ പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഓട്സിൻ്റെ പുട്ടാണെന്നുണ്ടെങ്കിൽ ഹാപ്പിയാണ്. വൈഫും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഓട്സിൻ്റെ പുട്ട് ഉണ്ടാക്കേണ്ട രീതി ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ചെയ്തിട്ടുണ്ട്. നമ്മൾ അരിയുടെ പുട്ടുണ്ടാക്കുന്ന പോലെയല്ല, ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് കറക്റ്റായിട്ട് അത് നോക്കിയാൽ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങളിവിടെ വീട്ടിൽ ഉണ്ടായ കായ പഴുപ്പിച്ച് പഴമാക്കിയിട്ടുള്ളതാണ് അതിലുള്ളത്. അതുകൊണ്ട് എടുത്ത് പറഞ്ഞു വെച്ചാൽ ന്യൂസിലാൻഡിൽ പഴം പഴുത്ത് കിട്ടാൻ, എന്ന് വെച്ചാൽ കായ പഴുത്ത് കിട്ടാൻ വലിയ പാടാണ്. കാരണം ഇവിടെ എപ്പോഴും തണുപ്പും ഇതൊക്കെ ആയതുകൊണ്ട് എപ്പോഴും കറുത്ത് പോകും പഴം, പഴുത്ത് കിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്കങ്ങനെ പഴുത്ത് കിട്ടി. അപ്പോൾ അതും കൂടി ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ, പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു നോക്ക്. താങ്ക് യു. ആ ഓട്സിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇതുപോലത്തെ ബോക്സുകളിലേക്ക് ആക്കിയിടും. ഇതൊരു 5 കിലോ കൊള്ളുന്ന ബോക്സാണ്. 5 എന്ന് പറഞ്ഞാൽ ഒരു 4-4.5 കിലോ കൊള്ളുന്ന ബോക്സ്. ഈ ബോക്സിലേക്ക് ഞങ്ങൾ ആക്കിയിടും. എന്നിട്ട് അതിൽ നിന്ന് ആവശ്യത്തിന് നമ്മളെടുത്ത് പൊടിക്കണ രീതിയിലാണ്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഓട്സ് മിക്സിയിലുണ്ട ഒരു പകുതിക്കും താഴെ ഇട്ട് അടച്ച് ഇത് ഈ പരുവത്തിൽ നമ്മൾ പൊടിച്ചെടുക്കുക. കണ്ടാ, വെള്ളമൊന്നും ഒഴിക്കണ്ട, ജസ്റ്റ് ഡ്രൈ ആയിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിൽ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിടുക. ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് നന്നായി ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഇത് നല്ലോണം നനച്ചിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അതെടുത്ത് ഒന്നും കൂടി ഇതിൽ പൊടിക്കും. എന്നിട്ടാണ് പൂട്ടുണ്ടാക്കുക. അപ്പൊ തന്നെ ഇത് നനച്ച് ഇപ്പൊ തന്നെ പൂട്ടുണ്ടാക്കി ശരിയാവില്ല. അപ്പൊ അതായത് ഇങ്ങനെ മിക്സിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ളത് നന്നായി നനച്ച് പൊടി മുഴുവൻ വെള്ളം നനയണം. എന്നിട്ട് നനച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ എങ്കിലും നമ്മൾ വെച്ചിട്ട് 2 മണിക്കൂർ നമ്മൾ വെക്കണം. നമുക്ക് ഈ പരുവത്തിൽ നനഞ്ഞ് പൊടി ഇത് ഏറ്റവും കൂടുതൽ വീട്ടിൽ ഞാനാണ് കഴിക്കുക ഈ ഓട്സ് പുട്ട്. എനിക്ക് ഓട്സ് തന്നെ കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പുട്ടിൻ്റെ കൂടെ സാധാരണ നമ്മൾ പഴം കഴിച്ചതിന് പോലെ കഴിച്ചാൽ അടിപൊളിയാണ്. മറ്റേ പൊടിച്ച് നമ്മൾ മാറ്റി വെച്ചില്ലേ വെള്ളം ഒഴിച്ചിട്ട്, ആ മാറ്റി വെച്ചത് ഇത്തിരി നേരം കഴിയുമ്പോൾ അതിലത്തെ പൊടിയൊക്കെ ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ കട്ടയൊക്കെ ഇത്തിരി മാറും.
ബാക്കിയുള്ള ആ കട്ടകൾ മാത്രം എടുത്ത് മിക്സിയിൽ വീണ്ടും ഒന്ന് പൊടിച്ചത് ഇതുപോലെ ആക്കുക. ഈ ഒരു ലെവലിലാക്കി അപ്പോൾ കുറച്ചും കൂടി നല്ല പുട്ടിൻ്റെ പൊടിക്ക് പോലെ പൊടിച്ചെടുക്കുക, ഇത്തിരി തരിയായിട്ട്. എന്നിട്ട് വേണം നമ്മൾ പുട്ടുണ്ടാക്കാൻ. അല്ലാതെ ഓട്സിൻ്റെ വെറുതെ പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് ടേസ്റ്റും ഉണ്ടാവില്ല, അങ്ങനെ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. ഇതാകുമ്പോൾ ശരിക്ക് ഈ ഒരു പരുവത്തിൽ പുട്ടുണ്ടാക്കി കഴിഞ്ഞാണല്ലോ പൊട്ടുമില്ല, നമ്മൾ കുമ്പത്തിൽ നിന്ന് കുത്തുമ്പോൾ. അതുപോലെ പുട്ട് നമ്മൾ അമർത്തുമ്പോൾ ശരിക്കും നല്ല മോയിസ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റാണ് തിന്നാൻ. അല്ല, അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകണം. നമ്മൾ സാധാരണ പുട്ടുങ്ങുമ്പോൾ അതിലേക്ക് അതുപോലെ ചിരകിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. അതായത് ഫ്രിഡ്ജിൽ ചിരകി വയ്ക്കും. ഞങ്ങൾക്കവിടെ എല്ലാ ദിവസവും ഇങ്ങനെ പുട്ടുണ്ടാക്കണ കാരണം എപ്പോഴെപ്പോഴും നമ്മൾ എടുക്കും. പക്ഷേ ഇത് കേടുവരില്ല, മണോ അങ്ങനെ ഒന്നും വരില്ല. ഇത് ഫ്രീസറിൽ വെച്ചതാ. ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് നമ്മൾ എടുത്ത്, കാരണം ഇത് ആവി കയറുമ്പോൾ ഇതിൻ്റെ ഇത് മാറുകയും ചെയ്യും. അപ്പോൾ നമുക്ക്, കാരണം എനിക്കൊക്കെ ഈ തേങ്ങ ഒന്ന് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അസിഡിക് ആവും പെട്ടെന്ന്, നെഞ്ചരിച്ചിലൊക്കെ വരും. പക്ഷെ ഇത് വലിയ പ്രശ്നമില്ല. ഈ ഉണക്ക തേങ്ങ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ പൊടി, അതൊന്നും വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഭയങ്കര നെഞ്ചരിച്ചിലാവും. അപ്പോൾ ഇത് ഇങ്ങനെ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടുന്നില്ല. നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴും നമ്മൾക്ക് ഒറിജിനൽ തേങ്ങയുടെ ആ ഒരു തിന്നുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ പുട്ട് സാധാരണ ഉണ്ടാക്കണ പോലെ തന്നെ അല്ല, ഇത് തണുപ്പ് പോലെ നമ്മൾ മാറിയിട്ടില്ല. ആ കട്ട തന്നെ ഇടണം തേങ്ങ. അത് കഴിഞ്ഞാൽ ഓട്സിൻ്റെ പൊടി, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊടി എന്തോ അപ്പോൾ അങ്ങനെ ഇട്ട് നമ്മൾ അടച്ച് ഒരുത്തി വന്ന് സി എന്ന് പറയാം. ഇവിടുത്തെ ഓൾ ബ്ലാക്കിൻ്റെ ഇത് ഇവിടുത്തെ ഒരു ചേച്ചി, ഒരു റോഷ്നി ചേച്ചി കൊടുത്ത പ്രസൻറ്റാ. വെള്ളം ചൂടാക്കി പുട്ടുകുമ്പം നമ്മൾ വയ്ക്കാം. ഇപ്പോൾ ഈ നമ്മൾ പുട്ടുണ്ടാക്കില്ലേ, നമ്മൾ എന്താ സാധാരണ അരിപ്പൊടിയിലൊക്കെ പുട്ടുണ്ടാക്കുമ്പോൾ എന്താ, നമ്മളതൊന്ന് ആവി വന്നു കഴിയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് എടുത്ത് കുത്തും. പക്ഷെ ഇത് ഓട്സ് ആയതുകൊണ്ട് ഇതങ്ങനെ ആവി വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ 1 മിനിറ്റ് നമ്മൾ അങ്ങനെ വെക്കണം. ആ ആവിക്ക് പോവാം, അതിൽ അങ്ങനെ തന്നെ ഇരുന്ന് ആവി 1 മിനിറ്റ് അതിലൂടെ പോകണം. അത് കഴിഞ്ഞിട്ട് തീ ഓഫാക്കി നമ്മൾ 1 മിനിറ്റ് കഴിഞ്ഞ് ആവിയെല്ലാം പോയി 1 മിനിറ്റ് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടുകുമ്പം ഒരു നല്ല ചൂടൊന്ന് പോയിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് ആറി 1 മിനിറ്റെങ്കിലും മിനിമം വെച്ചതിന് ശേഷം കുത്തിയ അതിൻ്റെ കുമ്പത്തുമ്മ ആ പുട്ടുകുമ്പത്തിൻ്റെ ഈ ഇതുണ്ടല്ലോ അതിൽ പിടിക്കാണ്ട് സുഖമായിട്ട് സാധാരണ അരിപ്പൊടിയുടെ പുട്ട് കുത്തണ പോലെ തന്നെ പുട്ട് നമുക്ക് കുത്തിയെടുക്കാം. ഞാനത് കഴിയുമ്പോൾ കുത്തി കാണിച്ചു തരാം. അപ്പം ഞങ്ങളുടെ ഇതുപോലത്തെ ചെറിയ ഒരു പാത്രം കൂടി ഉണ്ടണ്ട, കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉണ്ടാക്കണത്. ഇത് ഒരു കഷ്ണം, ഇപ്പോൾ എൻ്റെ മോനിപ്പോൾ അവന് 10 വയസ്സായി, അവന് ഈ വർഷം 10 വയസ്സാവും. അവനൊക്കെ ഉണ്ടാക്കണത് ഈ ഒരു പാത്രത്തിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ ഇത് മുഴുവൻ തിന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുക്കറിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, രാവിലെ എന്തെങ്കിലും കറിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ആ കുക്കറിൻ്റെ മുകളിൽ ആവി വന്നതിൻ്റെ ഒപ്പം വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ അടിപൊളിയായിട്ട് പുട്ടിൻ്റെ പരിപാടി ചെയ്ത് തീർക്കാം. നമ്മൾ പുട്ടെടുത്ത് എന്താ സ്മൂത്തായിട്ട് വന്നാൽ നോക്കി, നല്ല ആവി വറക്കണ സൂപ്പർ പുട്ടായി. പുട്ട് നമുക്ക് കഴിക്കാം. രാവിലെ ഇത് ഈ പഴം, എനിക്ക് നല്ല പഴുത്ത പഴം ഇഷ്ടം. ഈ പഴം ഇത് ഞങ്ങളുടെ ഇവിടെ ഉണ്ടായി, ഞങ്ങൾ ഈ പറമ്പിൽ വാഴ ഉണ്ടാക്കി പഴുപ്പിച്ച് എടുത്ത പഴമാണ്, നമ്മുടെ വീട്ടിലത്തെ പഴം.
അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്സ് എന്ന് പറയുന്നത് ഹെൽത്തി ഫുഡാണ് അല്ലേ. പിന്നെയുള്ളത് തേങ്ങ, ഫ്രഷ് തേങ്ങ ഇതാക്കിയത്, പിന്നെ വീട്ടിലുണ്ടായ പഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓർഗാനിക് ആണ് നമ്മൾ കൂട്ടി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുട്ട്, നമ്മൾ അരിയുടെ പുട്ട് കഴിക്കുമ്പോൾ ഞാനൊക്കെ ഒരു കുമ്പം കഴിക്കുക അരിയുടെ പുട്ടാണെങ്കിലും, പക്ഷേ ഈ ഓട്സിൻ്റെ പുട്ട് ഒരു അരയിടം കുറച്ചും കൂടി കൂടുതൽ കഴിച്ചാൽ നമ്മൾ ആ ഒരു കുമ്പം അരിയുടെ പുട്ട് കഴിക്കണ അത്രയും ഫില്ലിങ് ആവും. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ പൊടി നമ്മൾ നനച്ച് ഞാൻ കാണിച്ചു തന്നില്ലേ, പൊടിച്ച് ഞങ്ങളത് നനച്ചിട്ട് ഫ്രിഡ്ജിനുള്ളിൽ വയ്ക്കും. ഫ്രിഡ്ജിന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ദിവസം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത് കുഞ്ഞി പാത്രമില്ലേ, അപ്പോൾ കുഞ്ഞി പാത്രത്തിൽ നമുക്ക് രാവിലെ അടിച്ച് പുട്ട് പൊടിയൊന്നും കുഴക്കേണ്ട, അതിൽ നിന്ന് എടുക്കുക, പാത്രത്തിലിടുക, കുക്കറിന് മുകളിൽ വയ്ക്കുക, പിള്ളേർക്ക് കൊടുക്കുക. ഹെൽത്തിയാണ്, ഒരു അൺഹെൽത്തി ഫുഡും അതിലില്ല. അപ്പോൾ ഇത് ഇനിയിപ്പോൾ മുന്നേ ആരെങ്കിലൊക്കെ യൂട്യൂബിൽ ഇട്ടണമെന്ന് ഞങ്ങൾക്കറിയാം, ഞാൻ യൂട്യൂബ് അങ്ങനെ നോക്കിയിട്ടൊന്നും നല്ല വീഡിയോ ഇടണം. അപ്പോൾ എല്ലാവരും ഈ പുട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, എളുപ്പമാണ് ഉണ്ടാക്കാൻ, വളരെ വളരെ എളുപ്പമോ. അതുകൂടി ആ 2-3 കാര്യങ്ങൾ ഞാൻ ഇടയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ക്ലീൻ ആവും. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. ഇതിപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടി ഞാൻ ടേസ്റ്റ് പറയാം, ഞാൻ എല്ലാ ദിവസവും ടേസ്റ്റ് ചെയ്യണതാണ്. ടേസ്റ്റിനൊരു വ്യത്യാസമുണ്ട്. ഈ പഴം ഇപ്പോൾ പഴുത്തിട്ടേ ഉള്ളൂ, ഈ പഴം കൂട്ടിയിട്ട് ഞാൻ കഴിച്ചിട്ടില്ല ഓട്സ്. നല്ല ടേസ്റ്റ്. നമ്മുടെ നാട്ടിലെ പാളയംകുളം പഴമില്ലേ, പാളയംകുളം പഴം കൂട്ടി കഴിക്കണ ഒരു ചെറിയ പുളിയും പിന്നെ ഒരു നല്ല മധുരവും ഒക്കെ ആയിട്ടുള്ള ഓട്സ് സൂപ്പർ, അടിപൊളി. നിങ്ങൾ ട്രൈ ചെയ്യും. ഓക്കെ, താങ്ക് യു.